ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഞാൻ അധികം വീഡിയോസൊന്നും ഇടാറില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത് മുതലാണ് ഞാൻ വീഡിയോസൊക്കെ നന്നായി കുറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോർ ദ ഫസ്റ്റ് 3 months ഞാൻ ഭയങ്കര സിക്കായിരുന്നു. എനിക്ക് ആക്ച്വലി ഛർദ്ദിക്കുക, കിടന്നുറങ്ങുക, ഞാൻ ഫുഡ് പോലും ആക്ച്വലി കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടാണ് ആ സമയത്ത് ജീവിച്ചു പോയതെന്ന്. സോ ഐ തോട്ട് ഞാൻ ഇത് കുറേ ആയി എനിക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണം, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം. ആൻഡ് ഇപ്പോൾ ഞാൻ 7 months ആയിരിക്കുവാണ്. ഇപ്പോഴാണ് എനിക്കൊരു ആ ബോധമൊക്കെ വന്നത്. സോ ഞാൻ വിചാരിച്ചു ഇതൊരു ലോങ് വീഡിയോ ആണെന്നറിയാം. ലൈക്ക് ഷോർട്സ് ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് എനിക്ക് ആക്ച്വലി സമയമില്ല എന്ന് ഞാൻ പറയുന്നില്ല. സമയം കൂടുതലും കൊണ്ടാണോ മടി കൂടുതലും കൊണ്ടാണോ നടത്തില്ല. ഞാൻ അധികം വീഡിയോസൊന്നും അതിങ്ങനെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഐ ഡോണ്ട് നോ, എനിക്കിങ്ങനെ ആ ഒരു പണ്ടത്തെ ഒരു ഇതൊന്നും എനിക്കിപ്പം ഭയങ്കരമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഐ തോട്ട് അങ്ങനെ ആയാൽ പറ്റില്ല. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും എനിക്കിഷ്ടമാണ്. ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നത്. എനിക്കൊരു ഐ ഡോണ്ട് നോ, ഒരു ഗ്യാപ്പ് വന്ന സമയത്ത് പിന്നെ അതങ്ങനെ തന്നെ പോയി. പിന്നെ എനിക്ക് ആ ഒരു ട്രാക്കിലേക്കൊക്കെ വരണമെങ്കിൽ ഈ ഒരു വീഡിയോന് ശേഷം എപ്പോഴാണ് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പോലും എനിക്കറിയത്തില്ല. പക്ഷേ സ്റ്റിൽ എനിക്കങ്ങനെ വീഡിയോസൊക്കെ ഇനിയും അതുപോലെ ചെയ്ത് വരണം എന്നൊക്കെ ഉണ്ട്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഇന്ന് വിചാരിച്ചു, നിങ്ങൾ കണ്ടതുപോലെ തന്നെ എൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഐ ആം 7 months pregnant now. സോ ഞാൻ ആക്ച്വലി ചെയ്തു വരുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിക്കണം എന്നുണ്ട്. ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓരോരോ വീഡിയോസൊക്കെ ഇങ്ങനെ എൻ്റെ സ്കിൻ കെയർ ആയാലും എനിക്ക് കൂടുതൽ ആക്ച്വലി ഞാൻ എൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത്. സ്കിൻ ആയാലും ബോഡി ആയാലും. സോ സ്കിൻ കെയർ, മേക്കപ്പ്സ് ആൻഡ് ഞാൻ അധികം ഓവറായിട്ടൊന്നും മേക്കപ്പ് ഇതാക്കാറില്ല. പക്ഷേ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് എപ്പോഴും എനിക്ക് അറിയത്തില്ല എന്തൊക്കെ പ്രൊഡക്ട്സാണ് നമ്മൾ സാധാരണ അതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഞാനിപ്പോഴും ഓരോരാൾ ഇതൊക്കെ കണ്ടു തന്നെയാണ് ഞാനും വാങ്ങാറുള്ളതൊക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഞാൻ ബേസിക്കലി ഇടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു പ്രഗ്നൻറ്റ് സമയത്ത് എൻ്റെ ബേബിനെ സേഫാക്കിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ലൈക്ക് എനിക്കൊരു കെമിക്കൽസോ അല്ലെങ്കിൽ നമുക്ക് ബേബിനെ എപ്പോഴും നമ്മൾ ഒരു കുഞ്ഞു മോൾ, ഇപ്പം മോളാണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാട്ടോ, ആ കുഞ്ഞു സാധനത്തിനെ എനിക്ക് ഇനി എന്താ പറയുക, ഉപദ്രവിക്കണമെന്നൊന്നും ഉണ്ടാവത്തില്ലല്ലോ ഒരിക്കലും. സോ എൻ്റെ പൊന്നു മോളെ ഒരു കുഴപ്പവും വരുത്താണ്ട് എൻ്റെ സ്കിന്നിലിപ്പോൾ ഞാൻ എന്തൊക്കെ ഇതാണോ, ഞാൻ കംപ്ലീറ്റ്ലി കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തു ഇവക്ക് വേണ്ടി. അധികം എന്താ പറയുക, മേക്കപ്പ്സും ഒന്നും, ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും കേട്ടോ ഡ്യൂട്ടിക്ക്. ഞാൻ അധികം ഇവിടെ നിന്ന് പുറത്ത് പോകുന്നതിന് സത്യം പറഞ്ഞാൽ ഡ്യൂട്ടിക്കായിരിക്കും, അല്ലാണ്ട് വേറെ എനിക്കിപ്പം അധികം ഞാൻ പുറത്ത് പോകാറേ ഇല്ല. ഞാൻ എവിടെയൊക്കെയോ ട്രാവൽ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് അപ്പോഴാണ് ഇവളുടെ വരവ്. അപ്പോൾ ഞാൻ അധികം പുറത്ത് പോകാറില്ല. ഇവളെ സേഫാക്കിക്കൊണ്ട്, അങ്ങനെ പറയാം, ഇവളെ സേഫാക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ സ്കിന്നിൽ അതിലൊക്കെ ഞാൻ വരുത്തിയ ചേഞ്ചസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഹെഡ് ടു ടോ വരെ പറയാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ബോഡി ചേഞ്ചസ് നമ്മൾ വരും അല്ലേ. ഓൾറെഡി എനിക്കുള്ളത് ഒരു എക്സ്ട്രാ ഡ്രൈ സ്കിൻ എന്നൊക്കെ, എൻ്റെ കൈയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഇതിപ്പോഴും ഡ്രൈ ആയി കിടക്കുക. ഇതൊന്നല്ല, ഇതിൻ്റെ എക്സ്ട്രീം വരെ പോവാറുണ്ട്. എനിക്കധികം തടിക്കാത്ത കൈയും കാലൊക്കെയാണ്. എനിക്ക് എപ്പോഴും ഞാൻ പറയാണ്ട് ഉമ്മാരെ കൈയും കാലുമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. സത്യം പറഞ്ഞാൽ ലൈക്ക് ഭയങ്കര ഡ്രൈ ആണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ അത്രയും ഡ്രൈ ആണ്. ചില സമയത്ത് എനിക്ക് ഡ്രൈ ആയിട്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വേദന എടുക്കും. ലൈക്ക് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ വരത്തില്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ മെയിനായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യണം, ഒരു 100 പ്രാവശ്യമെങ്കിലും ഹാൻഡ് വാഷ് ചെയ്യണം. ആ ഒരു സാധനത്തിനെ കൊണ്ട് നല്ലോണം ഡ്രൈ ആവും, അങ്ങനെ കുറേ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ പ്രത്യേകിച്ച് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സ്ട്രാ ഡ്രൈ
അതിനപ്പുറം ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരുത്തിയ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഈ ഒരു പ്രഗ്നൻസി സമയത്ത് നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈക്ക് ഡെലിവറി നമ്മളൊരു ഇപ്പോൾ കുറേ ട്രെൻഡിങ് ആയിട്ട് ഉള്ള ഒരു സംഭവമാണ് എന്താ പറയുക, നല്ലൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത്. സോ ഒബ്വിയസ്ലി ഞാൻ ഇവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിലത്തെ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഫോർ ദ ഫസ്റ്റ് കുറച്ച് കാലത്തേക്ക്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാം, ബേബിനും എനിക്കും പോകണം എന്നുണ്ട് ഇൻഷാ അള്ളാ. പക്ഷെ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ സത്യം പറഞ്ഞ് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ പുറത്ത്, ഞാൻ കടയിലൊക്കെ പോകുമ്പോഴായിരിക്കും പിന്നെയും ഒന്ന് മുടിയൊക്കെ വാരി സെറ്റാക്കിയിട്ട് പോകുന്നത്. വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്കറിയാം എല്ലാവരും അവരുടേതായ ഒരു കോലത്തിലായിരിക്കും വീട്ടിലിരിക്കുക. നാട്ടിൽ പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ഞാനും അച്ഛനും കൂടി ഇങ്ങനെ ഇരുന്ന് സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ലൈക്ക് ആയുർവേദിക് സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫോർ മീ ആൻഡ് ബേബിക്ക് മെയിനായിട്ടൊന്നുമില്ല കേട്ടോ, ഒരു ബേബി ഓയിൽ മാത്രമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. കാരണം ഇവിടെ എനിക്ക് ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കൺസേൺ ആണ്, എന്തൊക്കെ യൂസ് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് കൂടാത്തത് ഒന്നും അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. സോ ഒരു ബേബി ഓയിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഏതിൽ നിന്നാണ് വാങ്ങിയെന്ന് പറയാം. ഞാൻ ഈ ഒരു യഥാസൂത്ര ഇവരുടെ കയ്യിൽ നിന്നാണ് ലൈക്ക് കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത്. ആൻഡ് അത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ലൈക്ക് ഇതിൽ ചേഞ്ചസ് വരുത്തി, അതാണ് മെയിൻ. ഓക്കെ, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ഫോള്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ഫ്രം ദേഗ എന്നാണ്. കാരണം ഇപ്പോൾ ഒരു കെമിക്കൽസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി എല്ലാം ലൈക്ക് സൾഫേറ്റ് ആയിക്കോട്ടെ, പാരബൻ, എന്ത് ലൈക്ക് അത്രയും നാച്ചുറലായി നമുക്ക് കിട്ടാൻ പറ്റുന്നുണ്ടോ അതൊക്കെയാണ് നമ്മൾ അധികം യൂസ് ചെയ്യുക അല്ലേ. ഈ ഒരു സമയത്ത് ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തൊക്കെ ഉണ്ടെന്ന് പോലും നോക്കില്ല. ലൈക്ക് അങ്ങനെ എൻ്റെ ഹെയറിനൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്ത ഒരാളായിരുന്നു. സോ ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത്രയും കെയർഫുൾ ആയിട്ടാണ് ഓരോരോ സാധനങ്ങളും വാങ്ങാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹെയറിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി എനിക്ക് കുറച്ചും കൂടെ ഹെയർ ഇപ്പോൾ വളർത്തണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന മുതൽ എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ. ഇപ്പം ഞാൻ ജസ്റ്റ് ബിൻ അറൗണ്ട് 3 years ആയി ഇവിടെ. ആ ഒരു ഫസ്റ്റ് ടൈം വന്ന മുതൽ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ ഒരു സ്മൂത്തനിങ് ചെയ്തു. അത് മുതലാണോന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിയാം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ഇവിടുത്തെ വെള്ളമായാലും ക്ലൈമറ്റ് ആയാലും എല്ലാം ഒരു ഫാക്ടറാണെന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ എന്താ പറയുക, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് ഒന്നും ചെയ്യില്ല. ലൈക്ക് ഓയിൽ ചെയ്യത്തില്ല. ഇപ്പോഴും ഞാൻ ഓയിലിങ് കുറവാണ്, പക്ഷെ സ്റ്റിൽ ഇപ്പോൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയാം. ഓക്കെ, സോ ഞാൻ ചെയ്തു വരുന്നത് എന്താ, കുറേ നീണ്ട് പറയുന്നില്ല, കുറേ ആയിപ്പോവും. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എൻ്റെ ഒരു മൂഡ് അനുസരിച്ച്, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ മൈ ഹെയർ വേണമെങ്കിൽ പറയാം, ആ ഒരു എന്ത് ടൈപ്പിലാണ് എൻ്റെ മുടി കിടക്കുന്നതെന്ന് വെച്ചിട്ട് ആ ഒരു ഇതിലാണ് ഞാൻ ഓരോരോ സാധനങ്ങൾ യൂസ് ചെയ്യുക. ആ കണ്ടീഷണർ ഷാമ്പു അല്ലാണ്ട് ഞാൻ ഒരു ഡവിൻ്റെ ഹെയർ മാസ്ക് ഇടയ്ക്ക് യൂസ് ചെയ്യും കേട്ടോ. എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറില്ല, അത് ഇടയ്ക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ലോറിയലിൻ്റെ ഒരു ഷാമ്പു ഉണ്ട്, അതും അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഡിപ്പെൻഡ്സ് ഓൺ മൈ ഹെയർ ആൻഡ് മൈ മൂഡായിരിക്കും എപ്പോഴും. പിന്നെ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവം, ഈ ഒരു ഹെഡ് മസാജർ, ഇത് ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ, ഞാനിപ്പം ഐ തിങ്ക് ഇത് കെയർ സ്മിത്ത് എന്നാണ് വായിക്കുക. ഞാനിതാണ് വാങ്ങിയത്. ലൈക്ക് ഇപ്പം എനിക്കൊന്ന് കുറേ ആൾക്കാർ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ നല്ല അഭിപ്രായങ്ങളുണ്ട്. ഞാനും അത് കണ്ടിട്ടാണ് വാങ്ങിയത്. അച്ചു ഇങ്ങനെ പറഞ്ഞു ലൈക്ക് ഓക്കെ ഇത് നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ളത്. ഞാനിപ്പോൾ അവരോട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് പ്രഗ്നൻസി സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളത് മുടി നന്നായി വളരും
എന്നിട്ട് പോസ്റ്റ്മോർട്ടം പീരീഡിൽ മുടി നന്നായി കൊഴിയുന്നതാണ്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. പ്രഗ്നൻസി ഈ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. ഞാൻ തൊട്ട് ലൈക്ക് അപ്പോഴാണ് എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണല്ലേ, എങ്ങനെ എപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. സോ എനിക്ക് നല്ല ഹെയർ ഫോളായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു ആ സമയത്ത്. ആൻഡ് ഒരു കെട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ മുടിയൊക്കെ വാരി പിന്നെ പറയണ്ട. ഞാൻ ഇങ്ങനെ ഒരു ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഹെയർ സംഭവമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു ഭയങ്കര എന്താ പറയുക കെട്ടുമുടി എനിക്ക് കിട്ടുന്നെടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഞാൻ എടുത്ത് വെച്ചാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഇത്ര മാത്രമേ ഇപ്പം എൻ്റെ മുടി കൊഴിയുന്നുള്ളൂ. ഇനി ഇത് ചേഞ്ച് ചെയ്യാം, മേ ബി ആഫ്റ്റർ പ്രഗ്നൻസി ഇത് ഒരു കെട്ട് തന്നെ ആവാം. പക്ഷെ സ്റ്റിൽ ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരാൻ കാരണം. ആൻഡ് ഞാൻ ഓയിൽ ചെയ്യും, എല്ലാ ദിവസവും ഓയിൽ ചെയ്യില്ല. ഞാൻ എപ്പോഴാണോ ഹെയർ വാഷ് ഡേ അതിൻ്റെ ഒരു കുറച്ച് സമയം മുമ്പ് ഞാൻ ഓയിൽ ചെയ്തിരിക്കും. ലൈക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20-15 മിനിറ്റ്സ് ചെയ്ത് ഇരുന്ന് എന്നിട്ടാണ് ഹെയർ വാഷിന് പോവുക. ആൻഡ് ഞാൻ ഇടയ്ക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് സീറം യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞാലും മുടി സെറ്റായി കഴിയുമല്ലോ. ആൻഡ് ഈ ഒരു സീറം ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഐ ഡോണ്ട് നോ, ഞാനും ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഓൾ ഏഷ്യൻ ഹെയർ ടൈപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ എനിക്കിത് ഭയങ്കര എന്താ പറയുക സ്മൂത്തനിങ് ഒക്കെ എഫക്റ്റ് ചെയ്ത് ലൈക്ക് ആ ഒരു എഫക്റ്റ് എനിക്കിത് തരാറുണ്ട്. ഓക്കെ, ലൈക്ക് ഇതിപ്പോൾ ഞാൻ അത് തേച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം പോലെ കിട്ടും. ഓക്കെ, ഭയങ്കര എന്താ പറയുക ഇങ്ങനെ ഒരുമാതിരി ഫ്രിസി ആയിട്ടൊന്നും കിടക്കത്തില്ല. ഞാൻ ആക്ച്വലി കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഒരു ഫാൻ ഗേളാണ്. ഞാൻ അതൊക്കെയാണ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണെങ്കിൽ അറിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ കുറേ നോക്കി. പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നില്ല. ഈ സമയത്തേക്ക് ഞാൻ തൽക്കാലം ഒഴിവാക്കി. എപ്പോഴും എന്താ പറയുക സേഫായിട്ടുള്ള സൈഡ് പിടിക്കാനല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. സോ അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. ഞാൻ ഫോർ ദ ഫേസ് ആണെങ്കിൽ അവരുടെ തന്നെ ഒരു ഫേസ് പാക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു 2-3 ഇതെപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. സോ 2 പാക്കും കാർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആൻഡ് ഫേസ് പാക്ക് മാത്രമാണ് ഫേസിൽ ഉപയോഗിക്കുന്നത് ഞാൻ വാങ്ങിയിട്ടില്ല. ആൻഡ് മിസ്റ്റ് ഈ ഒരു സംഭവം ഇത് ഭയങ്കര യു ക്യാൻ സീ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അതോ ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ ഒക്കെ കിട്ടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഒരു മിനിറ്റ്, ഇതൊന്ന് ഉണങ്ങട്ടെ. ഓക്കെ, എനിവേ അതിൻ്റെ വഴിക്ക് ഉണങ്ങട്ടെ. സോ ആ ഒരു മിസ്റ്റ് അവരുടെ തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് പിന്നെ വേറെ ക്രീമും കാര്യങ്ങളൊന്നുമില്ല ഫേസിന്. സോ ഞാൻ ഫ്രം മന ആയുർവേദ ഞാനൊരു സ്കിൻ ഗ്ലോയിങ് കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പെടുന്നതാണ് ഈ ഒരു കുഗുമാതി ക്രീം, ഐ തിങ്ക് ഫേസ് ഗ്ലോയിങ് ക്രീം. പിന്നെ ഇവരുടെ തന്നെ ഒരു ഓയിൽ. ഇത് ആക്ച്വലി 2-3 ഡ്രോപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് വേറെ എന്ന് വെച്ചാൽ ഒരു സോപ്പും. ആ സോപ്പ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. എനിക്കറിയാം ഓൾറെഡി എനിക്ക് ഡ്രൈ സ്കിന്നാണ്, പക്ഷെ സ്റ്റിൽ ആ സോപ്പ് ഡ്രൈ ആക്കുമെന്ന് എനിക്കറിയാം. ഇത് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ മോർണിംഗ് ഇവരുടെ മിസ്റ്റ് ഇതാക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ തന്നെ എന്താ പറയുക അബ്സോർബ് ചെയ്യുന്നേരം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. കുറച്ച് യൂസ് ചെയ്താൽ മതി ആക്ച്വലി, അപ്പോൾ തന്നെ നല്ലൊരു ഇത് കാണാൻ പറ്റും. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ടാനൊക്കെ അടിച്ച് ഒരുമാതിരി കോലത്തിലായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായത്. നന്നായി ഞാൻ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് തേക്കാറുള്ളത്. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അറിയത്തില്ല, ഞാൻ മുമ്പ് പോസ്റ്റൊന്നും ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്ന ഡിഫറൻസ് ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ആൻഡ് ഇത് ഞാൻ ഒരു 2-3 ഡ്രോപ്പ് ആക്കാത്ത തന്നെ ഫേസ് കവർ ചെയ്യുന്ന അതാവും. അതുകൊണ്ടാണ് ഇത്ര പോലെ കാണുന്നത്. ഇത് ഫുള്ളുണ്ടായിരുന്നു. അത്ര മാത്രമേ അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലൈക്ക് ഒരുപാട് തേച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അല്ലേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഇതാണ് ഞാൻ മെയിനായിട്ട് ഫേസിന് ചെയ്യുന്നത്.
ഫേസ് പാക്ക് ഞാൻ അധികവും ഇതെല്ലാ ദിവസവും യൂസ് ചെയ്യും. ഫേസ് പാക്ക് ഞാൻ അധികം ലൈക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാണ്ട് ഒരു ഇടവിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. നമ്മൾ സാധാരണ എല്ലാ ദിവസവും കുളിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചില ദിവസങ്ങൾ നമ്മൾ കുളിക്കാറ്. അത് മേ ബി ലൈക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കുളിയായിരിക്കും. ലൈക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും ഞാൻ കുളിച്ച് കഴിയാറുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു 2 സാധനം. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് എന്താ എനിക്കൊരു ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് പെയിൻ റിലീഫിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്കിൻ ബോഡി ഗ്ലോ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. എനിക്ക് ഗ്ലോ ചെയ്ത് തരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് ബാക്ക് പെയിനൊക്കെ വന്ന സമയത്ത് ഇതിനെക്കൊണ്ട് എനിക്ക് അച്ഛനെ ഇരുത്തി ഞാൻ മസാജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയണോ എനിക്കിപ്പം ബാക്ക് പെയിൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇല്ല. ആ സമയത്ത് ഏതോ ഒരു സമയത്ത് എനിക്ക് നല്ല ബാക്ക് പെയിൻ വന്നു. ആ സമയത്ത് ഞാനിത് യൂസ് ചെയ്തു. പിന്നെ ഞാൻ എനിക്കിത് രണ്ട് ബാക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് ഞാൻ ഇവിടെ വെക്കും, ഒന്ന് അപ്പുറത്ത് റൂമിൽ വെക്കും. അപ്പോൾ ഞാനിത് ആക്ച്വലി ഇവരുടെ തന്നെ എനിക്കിത് വായിക്കാൻ പറ്റത്തില്ല. എനിവേ ഒരു സ്കിൻ ഓയിലാണ്, ലൈക്ക് ബോഡി മൊത്തം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓയിലാണ്. സോ ആ ഓയിൽ ഞാൻ നന്നായി തേച്ചു. പിന്നെ ലൈക്ക് ബാക്ക് പെയിനൊക്കെ എനിക്ക് നല്ല കുറവുണ്ട്. ഇനി ഇതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഞാനിത് ഉപയോഗിക്കുമായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഇത് തേച്ച് ഇപ്പം ഞാൻ കുളിക്കുന്ന മുമ്പിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് യെല്ലോയിഷ് ടൈപ്പ് ഇത് തരും. ഞാനിപ്പം ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിട്ട് ഇത് തേക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഡ്രസ്സൊക്കെ യെല്ലോ കളർ അത് പോകത്തില്ല. എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സ് അങ്ങനെ കളയേണ്ടി വന്നു. സത്യം കളയേണ്ടി വന്നല്ല, ഇവിടെ ഉപയോഗിക്കാൻ പറ്റാണ്ടായി. ഇന്നേഴ്സ് ആണെങ്കിലും ഫുൾ ലൈക്ക് യെല്ലോ കളർ ആയിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ലതായി കറ പിടിക്കുന്നുണ്ട് എന്നുള്ളത്. സോ ആ ഒരു കളറില്ലേ, ഒരു ആയുർവേദിക് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ അധികം ആരും ഇല്ലാത്ത സമയത്തല്ലേ നമുക്ക് വീട്ടിൽ ആരൊക്കെ ഇല്ല, അപ്പം അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചെയ്യാം. ആരും വരാത്ത സമയത്തൊക്കെ ചെയ്യണം. സോ അപ്പോൾ ഇതധികം യൂസ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കുളിയൊക്കെ നമ്മളൊരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമയത്തുള്ള കുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 20 മിനിറ്റ്സൊക്കെ ഞാൻ തേച്ച്, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സൊക്കെ മുമ്പേ തേച്ച് വെച്ച് എന്താ പറയുക, എന്നിട്ട് കുളിക്കാൻ പോകുമ്പോൾ ഈ ഒരു പേസ്റ്റ്, ലൈക്ക് ഇതൊരു പൊടിയാണ്, ഈ ഒരു പൗഡർ ഇടും. ലൈക്ക് വെള്ളത്തിൽ മിക്സാക്കി നന്നായി ബോഡി മൊത്തം ഞാൻ ഇൻക്ലൂഡിങ് ഫേസും ചെയ്യാറുണ്ട്. ഇതിൽ ഫേസ് ആക്ച്വലി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. താളിപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനിത് അധികം യൂസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ഞാനൊരു 2-3 തവണ യൂസ് ചെയ്തു, പക്ഷെ സ്റ്റിച്ചിൽ ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ. ഇത് ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മുമ്പ് ചെയ്യാറില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും എനിക്കിത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഇതെനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻ ചെയ്യാറുള്ളത്. ലൈക്ക് ഇങ്ങനെ ഒരു ആയുർവേദിക് സംഭവങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഇത് ഇവരുടെ തന്നെ വാങ്ങണം എന്നല്ല കേട്ടോ. ലൈക്ക് ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ ബോഡി ആൻഡ് സ്കിന്നിന്. ലൈക്ക് സേഫ് ആയിരിക്കും എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻറ്റ് ടൈമിലായാൽ മെയിൻലി നമ്മുടെ ബെല്ലി. ഇപ്പം എനിക്ക് ആക്ച്വലി ബെല്ലിയൊക്കെ ശരിക്കും കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായാൽ മാഷാഅല്ലാ, ആരും കണ്ടു വെക്കരുത്, ഓക്കെ. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് അതാണ് മെയിൻ തിങ്. ഈ ഒരു സമയത്ത് ഫസ്റ്റ് എനിക്കൊരു 3 മന്ത്സ് ഫസ്റ്റ് 3 മന്ത്സ് എനിക്കിവിടെ ചെറിയ കുരുവൊക്കെ വന്നു. അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ലൈക്ക് അയ്യോ കുരുവൊക്കെ വരാൻ തുടങ്ങി. എനിക്കിവിടെ ഒരു കലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അത് കുരുവൊക്കെ വന്ന് പോയതാണ്. പക്ഷെ എനിക്ക് അത്ര വലിയ ഇതൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഭാഗ്യം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചിലവരെ സ്കിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ വരുമോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നുമോള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് തന്നില്ല. സ്ട്രെച്ച് മാർക്ക് എനിക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ ഒരു പ്രഗ്നൻ്റ് ആയ മുതൽ ഞാൻ ഓയിലും ഇതൊക്കെ തേക്കുമായിരുന്നു. ഇനിയുള്ള സമയത്താണ് ബേബി കൂടുതൽ വെയിറ്റ് ചെയ്തത്. എനിക്ക് ഇവിടെയൊക്കെ ഒരു ബ്ലഡ് സപ്ലൈ, ബ്ലഡിൻ്റെ ഇതില്ലേ, അതൊക്കെ കാണുമ്പം എനിക്ക് അയ്യോ സ്ട്രെച്ച് മാർക്ക് വരുവാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. വരുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതെങ്ങനെ പിന്നെ അത് എന്തൊക്കെ തേച്ചാലാണ് പോകാന്നുള്ളത് കണ്ടുപിടിക്കാൻ അടുത്ത റിസർച്ച് ചെയ്യേണ്ടി വരും.
അതിനേക്കാളും നല്ലത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതാണല്ലോ. അവരുടെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇതാണോ, യാ, ഇത് അവരുടെ സ്ട്രെച്ച് മാർക്കിൻ്റെ ഒരു ഷോയും. ഇത് കുറച്ചുകൂടെ മോയ്സ്ചറൈസിങ് ടൈപ്പാട്ടോ. ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഞാൻ ഐ തിങ്ക് 2 ബോട്ടിലാവും, 1 ബോട്ടിലാണോ 2 ബോട്ടിൽ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നീ ആവശ്യമുള്ളത് എനിക്ക് അത്രയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇത് മാത്രമാണ് ഞാൻ വാങ്ങിയെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഈ ഒരു സംഭവം നല്ല മണമാണ്. ആൻഡ് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ മണക്കുന്ന ഓയിലൊന്നും തേച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. ആൻഡ് ഈ ഒരു ബയോ ഓയിൽ ഫ്രം സ്റ്റാർട്ടിങ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയാണ്. ഇപ്പോൾ ഇത് നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ ഈ സംഭവം വാങ്ങിയത്. അതുകൊണ്ടാണ് കുറച്ചല്ല, ഒരു കാഭാഗം ഞാനിപ്പോൾ യൂസ് ചെയ്ത് കളഞ്ഞു എന്നല്ല. ആൻഡ് ഇത് ഞാൻ ഫ്രം ദ സ്റ്റാർട്ടിങ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് കുറച്ച് കാലം ഞാൻ യൂസ് ചെയ്യാത് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡ്രൈ ഫീലായി, ലൈക്ക് ഓൾറെഡി ഡ്രൈ സ്കിന്നായിട്ട് പിന്നെയും അതിൻ്റെ എക്സ്ട്രാ ഞാൻ ഡ്രൈ ആയ പോലെ തോന്നിയപ്പോൾ ഞാൻ വയറിന് മാത്രമായിരുന്നു ആദ്യം തേക്കുന്നുണ്ടായത്. പക്ഷെ ഇപ്പം ഞാൻ പൊടി മൊത്തം ഞാൻ തേക്കാറില്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ. ആൻഡ് ഇപ്പോൾ ഒരു ട്വൈസ് ഞാൻ യൂസ് ചെയ്യും, ഫുൾ ബോഡിയിൽ ഞാൻ തേക്കാറുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് ഞാൻ സെറാവിൻ്റെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യും. കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ എസ്പെഷ്യലി എൻ്റെ വയറിന് നല്ലൊരു ഓയിൽ ആൻഡ് മോയ്സ്ചറൈസർ എപ്പോഴും ചെയ്താൽ മതി. അല്ലാതെ ബയോ ഓയിൽ വാങ്ങണമെന്നോ അല്ലെങ്കിൽ ഇത് തന്നെ വാങ്ങണമെന്നോ എന്നല്ല. പക്ഷെ മോയ്സ്ചറൈസ് ചെയ്യുക, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓയിലിങ് ചെയ്യുന്നതായിരിക്കും, ലൈക്ക് അത് കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കും. അതാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഭവം. ഇവരുടെ ഇത്ര മതിയാവും ഫോർ ദ ഫേസ്. ആൻഡ് ഇവിടം വരെ നമുക്ക് തേക്കാം. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ മന ആയുർവേദത്തിൻ്റെ ഐ തിങ്ക് ഇത് സാഫ്രോൺ ഫേസ് പാക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് അതും യൂസ് ചെയ്യും. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഡാർക്കൻഡ് ഏരിയ ആവും, എസ്പെഷ്യലി നമ്മുടെ ഈ എന്താ പറയുക അണ്ടർ ആംസൊക്കെ. ആദ്യം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ യൂസ് ചെയ്യും കേട്ടോ. ചില സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഫേസ് പാക്ക് തന്നെ ഞാൻ അവിടെ കിട്ടുവെക്കും. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം അധികം ആദ്യത്തേനേക്കാളും ഇല്ല, ലൈക്ക് കുറവുണ്ട്, പക്ഷെ ഫുള്ളായി പോയില്ല കേട്ടോ. സോ എനിക്കത് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത് നമ്മളൊരു പീരീഡ് കഴിയുമ്പോൾ ഈ ഒരു ഇത് കഴിയുമ്പം കുറഞ്ഞു വരുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം അല്ലേ. നമുക്കിതിൽ ബാക്കി വരുന്നത് അണ്ടർ ആംസിലും കൂടെ തേച്ച് കൊടുക്കാം. ഓക്കെ, ഒരു 5 to 10 minutes എനിക്ക് വേണം. സോ ഫേസ് പാക്ക് ഇട്ടു. ഇനി നമുക്ക് കുറേ സമയം ഞാൻ കുളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ഐം ഗോണ ഗോ ഫോർ എ വാഷ്. സോ ഞാൻ കുളിക്കാൻ പോക്കാണ്. സോ അതിന് മുമ്പിലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലിപ് ബാം ഉണ്ടല്ലോ, ആക്ച്വലി ഒരു ടിൻഡർ ലിപ് ബാമാണ് ഫ്രം തേക. ഞാനൊരു സ്റ്റോറി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടിൻറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. സോ ദിസ് വൺ ഈസ് സോ ഗുഡ്. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാക്കാണ് ഫ്രം ഡോട്ട് ആൻഡ് കീ. ഇതും ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ്. അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലതാണ്. ഇത് തേക്കാൻ പോവാണ്, പക്ഷെ ഇത് തേക്കുമ്പം യെല്ലോ കളറാവും ഞാൻ പറഞ്ഞില്ലേ. സോ ഇത് ഒരു 20 minutes തേച്ച് ഇതൊരു ലൈക്ക് പിന്നെ കുളിക്കുന്ന സമയത്ത് ഇതും കൂടെ ഞാനൊരു 20 minutes ഒരു 10 minutes കൊണ്ട് ഇത് ഡ്രൈ ആവും. തേച്ച് ഇരുന്നും ഇതാക്കാൻ പോവാണ്.
വീഡിയോ അത്രേ ഉള്ളൂ. സോ ഞാൻ ഇപ്പോൾ ഇതൊക്കെ തേച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചിടാൻ പറ്റാത്തതുകൊണ്ടാണ്. മേ ബി ഐ ക്യാൻ ഷോ ഈ ഒരു പൊടി എങ്ങനെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാൻ പറ്റും. അത് ഇതിൻ്റെ ടെക്സ്ചറും ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ തണുപ്പായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര കട്ട പിടിച്ചിട്ട് എങ്ങനെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കണ്ടോ, ഈ മഞ്ഞ കളറ് ഇത് എവിടെയെങ്കിലും കൊണ്ട അപ്പം മഞ്ഞ കളറാവും. സോ ഇത് മൊത്തം ഇതൊരു ആയുർവേദിക് സ്മെല്ല് തന്നെയാണ്. എനിക്കിഷ്ടമില്ല ഈ സ്മെല്ല്, പക്ഷേ എന്ത് ചെയ്യാനാ. സോ ഇത് തേച്ച് പിടിപ്പിച്ചിരിക്കണം കുറച്ച് സമയം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ഡോണ്ട് നോ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യാതെ, പക്ഷെ പ്ലീസ് കീപ് സപ്പോർട്ടിങ്. പിന്നെന്താണ്, സോ അത്രേ ഉള്ളൂ. ബൈ ബൈ. ബൈ പറ.